പശ്ചിമ ബംഗാളിൽ നിന്ന് വളരെ സുപ്രധാനമായ ഒരു വാർത്തയുണ്ട്. പശ്ചിമ ബംഗാളിൽ തൃണമൂലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു പാർട്ടി നേതാവ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് എന്റെ സുപ്രധാന വാർത്ത. ഇത് ആദ്യമായിട്ടല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് ഒരാൾ പുറത്തിറങ്ങി മറ്റു പാർട്ടി ചേർന്ന് മമതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത്. അതിനെല്ലാം മറികടക്കാൻ മമതയ്ക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കാര്യം അങ്ങനെയല്ല. ബംഗാളിലെ ഒരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് ജയിപ്പിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷ വോട്ടാണ്. ഏകദേശം 27% ബംഗാളിലെ ന്യൂനപക്ഷ വോട്ട്. ആ ന്യൂനപക്ഷ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് ചില മണ്ഡലങ്ങളിൽ CPM ചില നീക്കുപോക്കുകൾ നടത്തുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എൻ ബ്ലോക്ക് ആയിട്ട് ആ വോട്ട് തൃണമൂൽ കോൺഗ്രസിനാണ് കിട്ടുന്നത്. ആ വോട്ട് വേറെ എങ്ങോട്ടും അറിയാറില്ല, തൃണമൂൽ കോൺഗ്രസിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2010 മുൻപ് വരെ ആ വോട്ടിന് നല്ലൊരു ഭൂരിഭാഗവും CPMലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ 2010 ശേഷം 2011 നിയമസഭ ഇലക്ഷൻ തൊട്ട് അത് വ്യക്തമായിട്ട് എടുക്കുന്നത് തൃണമൂലാണ്. കഴിഞ്ഞ 2021 ഇലക്ഷനകത്ത് അത് എൻ ബ്ലോക്ക് ആയിട്ട് ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് ആ വോട്ട് വരികയും ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് തൃണമൂൽ കോൺഗ്രസിനാണ് ഉണ്ടായത്. നെഗറ്റീവ് CPM ഉണ്ടായിട്ടുണ്ട്, ഉള്ള വോട്ട് പോവുകയും ചെയ്തു. മാത്രമല്ല ഭൂരിപക്ഷ വോട്ട് ശക്തമായിട്ട് BJP പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ശക്തമായ നെഗറ്റീവ് CPM സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇത് CPM കുറിച്ചല്ല, ഇത് മമതയെ കുറിച്ചാണ്. മമതയെ തുടർച്ചയായി ജയിപ്പിച്ചുകൊണ്ടിരുന്ന വോട്ട് ആ 27% വരുന്ന ന്യൂനപക്ഷ വോട്ടാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ഒരു പാർട്ടി കൊണ്ടുവരാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഹുമയൂൺ കബീർ ആണ്. ഹുമയൂൺ കബീറിനെ കുറിച്ച് പ്രേക്ഷകർ ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ബാബറി മസ്ജിദിന്റെ അതേ മാതൃകയിൽ ബംഗാളിൽ ഒരു പള്ളി നിർമ്മിക്കാൻ പോകുന്ന അവകാശവാദം രംഗത്ത് വന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ഹുമയൂൺ കബീർ. അത് ബന്ധപ്പെട്ടാണ് തൃണമൂലുമായിട്ട് ഹുമയൂൺ കബീർ തെറ്റുന്നത്. ഹുമയൂൺ കബീർ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഏകദേശം 5 കോടി രൂപ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി സംഭാവന ലഭിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങൾ. അദ്ദേഹം ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. ആ പാർട്ടിയുമായിട്ട് ഏകദേശം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള 135ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് മമതാ ബാനർജിക്കായിരിക്കും. നിലവിൽ തന്നെ മമതാ ബാനർജിയുമായി തെറ്റിയിട്ടാണ് ഹുമയൂൺ കബീർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഹുമയൂൺ കബീർ എന്ത് വിഷയമാണ് രംഗത്തിറക്കിയത് അതിനെതിരെയാണ് മമതാ ബാനർജി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ ശക്തമായ ഒരു വേരോട്ടം തടയാൻ വേണ്ടി, ബംഗാളിൽ BJPയുടെ വളർച്ച തടയാൻ വേണ്ടി അല്പം തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ നിലപാടെടുക്കാൻ വേണ്ടി മമത തയ്യാറായിട്ടുമുണ്ട്. അതുകൂടി മുതലെടുത്താണ് ഹുമയൂൺ കബീർ പുതിയ പാർട്ടിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 135ഓളം മണ്ഡലങ്ങളിൽ ഹുമയൂൺ കബീറിന്റെ പാർട്ടി മത്സരിക്കുകയും ആ മണ്ഡലങ്ങളിൽ വോട്ട് വ്യക്തമായിട്ട് ന്യൂനപക്ഷ വോട്ടുകളിൽ വ്യക്തമായ ഭിന്നിപ്പ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2026 മമത തീർന്നു പോകും. കാരണം 135 മണ്ഡലങ്ങൾ മമതയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. മുസ്ലിം വോട്ടിൽ കണ്ണെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹുമയൂൺ കബീർ ആ പാർട്ടിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. 1998 കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് നിർമ്മിച്ച അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പരിപാടി ഹുമയൂൺ കബീർ നടത്തിയിട്ടുള്ളത്. എന്നാൽ മമതയ്ക്ക് അനുകൂലികൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയ്ക്ക് പുറത്ത് ഹുമയൂൺ കബീറിന് കാര്യമായ സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ ഈ 135 സീറ്റുകൾ മത്സരിച്ചു കഴിഞ്ഞാൽ വോട്ട് ഭിന്നിപ്പിക്കാൻ സാധിക്കത്തില്ലെന്നാണ് മമതയുടെ അനുകൂലികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹുമയൂൺ കബീറിന്റെ ഈ നീക്കങ്ങൾ മമതയെ വല്ലാണ്ട് അസ്വസ്ഥയാക്കിയിട്ടുണ്ട്. ഹുമയൂൺ കബീർ സ്ഥാപിച്ച പാർട്ടിയുടെ പേര് ജനതാ ഉന്നയൻ പാർട്ടി എന്നാണ്. അത് ബംഗാളിലെ 294 നിയമസഭാ സീറ്റുകളിൽ 135 എണ്ണത്തിലും മത്സരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ബംഗാളിൽ ബാബറി മസ്ജിദിന്റെ ഒരു മാതൃക നിർമ്മിക്കുന്ന പ്രഖ്യാപനമാണ് കബീറിന്റെ ഏറ്റവും പുതിയ തന്ത്രം. മുസ്ലിം ജനവിഭാഗത്തിന്റെ വലിയ പിന്തുണ ഇതിനുണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. മസ്ജിദ് നിർമ്മാണത്തിന് വിവിധ ദാതാക്കളിൽ നിന്ന് ഏകദേശം 5 കോടി രൂപയുടെ സാമ്പത്തിക സഹായം കബീറിന് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. അത് സുപ്രധാനമായ കാര്യമാണ്. മാത്രമല്ല, മുർഷിദാബാദിലെ 22 സീറ്റുകളിൽ CPMുമായും ISFുമായി സീറ്റ് പങ്കിടാൻ കബീർ പദ്ധതി ഇടുന്നതാണ് റിപ്പോർട്ട്. അത് മാത്രമല്ല, അസദുദ്ദീൻ ഒവൈസിയുടെ AIMമായിട്ടും മജ്ലിസ് പാർട്ടിയുമായിട്ടും സഖ്യത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായ ചർച്ചകൾ അദ്ദേഹം നടത്തി എന്നാണ് പറയുന്നത്. വളരെ സുപ്രധാനമായ കാര്യമാണ്. കഴിഞ്ഞ തവണ ഒരു മുസ്ലിം വോട്ടിന് സ്പ്ലിറ്റ് നടത്തി ആണ് മുർഷിദാബാദ് ജില്ലയിൽ വ്യക്തമായിട്ട് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിയെ തൃണമൂൽ തോൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ CPMന്റെ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ അതുപോലെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് തോൽപ്പിക്കുന്നത്. എന്നാൽ ആ ട്രിക്ക് വീണ്ടും തിരിച്ചു ഉപയോഗിച്ചിരിക്കുകയാണ് ഹുമയൂൺ കബീറിന്റെ പാർട്ടി. ഇതിനുവേണ്ടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ISFുമായിട്ടും പിന്നെ CPMുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസദുദ്ദീൻ ഒവൈസിയുമായിട്ടും അദ്ദേഹം ചർച്ച നടത്താൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ച നടത്തുകയും ന്യൂനപക്ഷ വോട്ടുകൾ വ്യക്തമായിട്ടൊരു ഭിന്നിപ്പ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്ത BJPക്ക് അവിടെ വലിയ നേട്ടമായിരിക്കും. BJPക്ക് മാത്രമല്ല CPIMനും ബംഗാളിൽ വലിയ നേട്ടമായിരിക്കും. വ്യക്തമായിട്ട് പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളാണ്
ഒരു കാരണവശാലും തങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തില്ലെന്ന് മമതയ്ക്ക് ഉറപ്പുള്ള വോട്ടുകളാണ് തൃണമൂലിനെ എല്ലാ കാലത്തും വിജയിപ്പിച്ചിട്ടുള്ളത്. ആ വോട്ടിനകത്താണ് ഇപ്പോൾ ഭിന്നിപ്പ് വരാൻ പോകുന്നത്. ആ ഭിന്നിപ്പ് വന്നു കഴിഞ്ഞാൽ വരുമെന്ന കാര്യത്തിൽ ഇതൊരു ഉറപ്പൊന്നും ആയിട്ടില്ല. മത്സരിക്കാൻ പോകുമെന്ന് ഹുമൈൻ കബീർ വ്യക്തമാക്കിയിട്ടുള്ളൂ. മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, 3 മാസം കഴിഞ്ഞ് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ മത്സരിക്കുകയും അങ്ങനെ ഒരു ഭിന്നിപ്പ് വരികയും ചെയ്തു കഴിഞ്ഞാൽ 2010 ശേഷം ഒരു ഭരണമാറ്റം ബംഗാളിൽ ഉണ്ടാകും. അതിന് കാര്യത്തിൽ പരിപൂർണമായ ഉറപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മമത അസ്വസ്ഥയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട ഒരു നേതാവ് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. ആ പാർട്ടി ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണുവച്ചാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആ പാർട്ടിക്ക് സാധിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് വൻ പരാജയമായിരിക്കും ഫലമുണ്ടാകാൻ പോവുക.